ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അജികുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് പ്രതിഭാഗം അഭിഭാഷകരാണ് വാദം നടത്തുക. കഴിഞ്ഞ ദിവസം ഇരു പ്രതികൾക്കും ജാമ്യം നൽകാതിരിക്കാനുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. TV പ്രസാദാണ് വിവരങ്ങൾ നൽകുക. പ്രസാദ്, പ്രോസിക്യൂഷന്റെ വാദം വളരെ ശക്തമായിരുന്നു. എത്രത്തോളം പ്രതിരോധത്തിലാണ് പ്രതിഭാഗം? അശ്വതി, ശ്രുതി പറഞ്ഞതുപോലെ പ്രതിരോധത്തിൽ തന്നെയാണ് പ്രതിഭാഗം എന്നുള്ളതാണ്. PS പ്രശാന്തിനെതിരെയും അജികുമാറിനെതിരെയും ശക്തമായ തെളിവുകളാണ് കോടതിയിൽ നിരത്താൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ തന്നെയും PS പ്രശാന്തിൻ്റെയും അതുപോലെ തന്നെ അജികുമാറിൻ്റെയും പങ്ക് സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയുമാണ് ഈ രണ്ടുപേരുടെയും അറസ്റ്റ് അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തുടങ്ങിയതിന് ശേഷം 2025 സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൽ അഴിമതിയുണ്ട്, അതല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് ആദ്യമൊന്നും പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരുന്നില്ല. പിന്നീടാണ് ഈയിടെയാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് PS പ്രശാന്തിൻ്റെയും അജികുമാറിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം തന്നെയാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്കും അതുപോലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്കും അതെത്താൻ കാരണമായത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റും അതുപോലെ തന്നെ നടപടികളിലേക്കും കടന്നത്. നിലവിൽ ഇപ്പോൾ രണ്ടുപേരും ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിലാണ് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ തെളിവുകൾ കോടതിയെ ധരിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ തെളിവുകൾ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും കഴിയും. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.